കാര്യങ്ങളൊക്കെ എന്തായി? അവരവിടുന്ന് പുറപ്പെട്ടോ? അതെങ്ങനെ? അവര് നാളെയല്ലേ പുറപ്പെടൂ? ആ, ഇവിടെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഒരു പ്രതിയെ കൂടി വേണ്ടി വരും. അതെല്ലാം വിശദീകരിച്ച് പറയാം. മാഡം ഇവിടുന്ന് പോകുന്നത് വരെ ഞങ്ങൾ മാഡത്തെ ഒന്നും ചെയ്യില്ല. എന്നാ നീയും ഇവളും ചെവിയിൽ നുള്ളിക്കോ. നിങ്ങളുടെ ലക്ഷ്യമൊന്നേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പത്മയെയും പ്രതാപനെയും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനും അമ്മയും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കും. അതിനുവേണ്ടി നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഞാൻ തന്നെ ഇല്ലാതാക്കും. സൂക്ഷിച്ചോ. ഋതു, അതൊക്കെ ഇരു ചെവി അറിയാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. വെയിറ്റ്, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇവിടെ വെച്ച് നമ്മൾ ഇവരോട് മര്യാദ കാണിക്കണം. ഋതുവാ, വാ. ഗൗതം, ഇന്നലെ ഈ വനനിരയിലെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. എന്ത് കാഴ്ച? ഒരു മാൻകുട്ടിയെ കുറെ ചെന്നായ്ക്കള് ഓടിച്ചിട്ട് പിടിച്ച് ഒരുമിച്ച് കടിച്ചു കീറി തിന്നുന്ന കാഴ്ച. ശരിയാ സോയ, അത്തരം കാഴ്ചകള് വളരെ റെയറായിട്ടല്ലേ കാണാൻ പറ്റൂ. ഞാനതിന്റെ വീഡിയോ ഒക്കെ പകർത്തിയിട്ടുണ്ട്. ഗൗതം, ഹേ ലുക്ക്. ഹലോ. ഹലോ. ഐ എം ദീപക്. ഐ എം ഗൗതം. ഗൗതം സാവിയോ. ഞാൻ സോയ ഗൗതം. ഞാൻ ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ മാനേജർ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അല്ല, നിങ്ങൾ ടൂറിസ്റ്റ് ആണോ അതോ? അല്ല, സത്യം പറഞ്ഞ ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ നടത്തിപ്പുകാരൻ ഞങ്ങളാ. ആക്ച്വലി ഇത് ഗോഡ്വിൻ ആൻഡ് എഡ്വിൻ ഗ്രൂപ്പിന്റേതാ. ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ സ്റ്റാഫുകളാ. ഓ, അപ്പൊ കപ്പിളും ആണ്. വെരി ഗുഡ്. അല്ല, സാർ ഇവിടെ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. ഒരു ബിസിനസ്, ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഞാൻ നിങ്ങളോട് പറയാം. എന്താ സർ? കൊല്ലണമെന്നോ? അതെ, ഒരു ജന്മം മുഴുവൻ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഫണ്ട് ഞാൻ തരാം. എന്നാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആ, സോയ വന്നേ. അങ്ങനെ പറയാല്ലേ? പിന്നെ അങ്ങനെ തന്നെ പറയാം. എന്നാ നീ വാ. സാർ, ഇത് ഭയങ്കര റിസ്ക്കാ. എങ്ങാനും പിടിക്കപ്പെട്ട ഞങ്ങൾ രണ്ടുപേരുടെയും ജന്മം തൊലയും. കടുവ പിടിച്ചു തിന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കില്ല. അവര് പിറകെ നടന്ന് പിടികൂടി സത്യം പറയിപ്പിക്കും. നിങ്ങൾ ഇത്രയ്ക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. പോലീസ് അന്വേഷണം വന്നാ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. ഞാൻ അയാളെ തരാം. അതുറപ്പാ. അത് തന്നില്ലെങ്കിൽ ഞാനല്ലേ ഒന്നാം പ്രതി. വി അഗ്രി സർ. ഈ ഓപ്പറേഷന്റെ അഡ്വാൻസ് പേയ്മെന്റ് ഞാൻ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ആ, അപ്പോ സാറിന് വേണ്ടേ റൂം? പിന്നെ വേണം. ആ, എന്നാ പിന്നെ സാറ് വാ. ഹലോ, എടാ ദീപകേ. ആമേ, ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആനവെട്ടിപ്പാറ നാരകത്താനം ബ്രിട്ടീഷ് ബംഗ്ലാവില്. ഒടുക്കത്തെ തണുപ്പാണ് ഇവിടെ. എടാ, അവിടെ ചൂടോ തണുപ്പോ എന്തോ ആവട്ടെ, അതൊന്നുമല്ല എനിക്കറിയേണ്ടത്. കാര്യങ്ങളൊക്കെ എന്തായി? അവരവിടുന്ന് പുറപ്പെട്ടോ? അതെങ്ങനെ? അവര് നാളെയല്ലേ പുറപ്പെടൂ? ആ, ഇവിടെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ?
ഒരു പ്രതിയെ കൂടി വേണ്ടി വരും. അതെല്ലാം വിശദീകരിച്ച് പറയാം. ആ അക്കാര്യത്തിലൊന്നും നീ പേടിക്കണ്ട. ചാവേറുകളെ ഒത്തിരിയുണ്ട്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. പിന്നെ അമ്മേ, അവരെ തീർത്തതിന് ശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോകും. അനന്തൻപിള്ളയുടെ മോളെ കണ്ട് കല്യാണം കഴിച്ച് തിരിച്ചു വരും. അനന്തന്റെ കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമ ഈ ഞാൻ. ഓ ശരി ശരി, കോടീശ്വരനായിട്ടേ നീ തിരിച്ചു വാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അമ്മേ. I am coming, please. ആ ആഹാ, അമ്മ ഇംഗ്ലീഷൊക്കെ പഠിച്ചോ? ഞാൻ പഴയ SSLC കാര്യല്ലേ, അത് ഇന്നത്തെ MA അറിയാമോ? ഉം. പറയ്, അംബികയ്ക്ക് എന്നെ കൊണ്ട് എന്ത് സഹായമാ വേണ്ടത്? സഹായോ? എന്തിന്? എന്റെ അംബിക ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുളിച്ചു തൊഴുത് താമസിക്കാനൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, മൂർഖം പാമ്പന് തല തന്നിരിക്കുന്നത് കൊത്താനാ, കാട്ടുതേളിന് പാല് കൊടുത്തിരിക്കുന്നത് കുത്താനാ. അതുകൊണ്ട് പറയ്, ആ കൃതിക എങ്ങനെയാ ശരിപ്പെടുത്തേണ്ടത്? അല്ല, ഈ കൃതിക മുണ്ടയ്ക്കലമ്മയ്ക്കിട്ട് എന്താ ചെയ്തേ? കൃതിക എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മന്ത്രിയുടെ മകളെന്നുള്ളൊരു ഭാവം മാത്രമല്ല, അവളെ കൊണ്ട് എനിക്കൊരു 10 പൈസയുടെ ഉപകാരവും ഇല്ല. അങ്ങനെയുള്ളവരെ പിന്നെ വാഴിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് പറയ്, കുറഞ്ഞത് 1000 പാരകൾ പണിയാൻ ഈ കേരളത്തിൽ ഞാൻ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ. ഏത് തരം പാര വേണം? കട്ടപ്പാര, ഇരുമ്പ് പാര, അടയ്ക്കാമര പാര, വളഞ്ഞ പാര? മുണ്ടയ്ക്കലമ്മയുടെ ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി. പാര വേണോ തോക്ക് വേണോന്നേ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പിന്നെ പറയാം. അല്ല, ആ ജഗന്നാഥനെ അംബിക വെടിവെച്ച് കൊന്ന തോക്കിന്റെ കാര്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ അയ്യേ, പേടിക്കണ്ട. കാശിന് വലിയ ബുദ്ധിമുട്ട്, ഒരു ശകലം ഫണ്ട് വേണം. തരാം. രാജു, നാളെ നമ്മള് പോവല്ലേ? അതെ. അതെന്താ പിന്നെ ഒരു സംശയം? ആ, സംശയമൊന്നുമല്ല, അച്ഛനെ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണ്ടേ? ഋതുവിന് ഇത് എന്ത് പറ്റിയതാ? അച്ഛനെ വിളിക്കേണ്ടത് നമ്മുടെ രണ്ടുപേരുടെയും കാര്യമല്ലേ? എനിക്കല്ല പറ്റിയത്, രാജുവിന്. ഏതാണ്ട് കിളി പോയതുപോലെ. വിളിക്കേ. ഉം.